നമ്മൾ ഗാസയിലെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ അതിശൈത്യമാണ്. നമ്മുടെ ഇവിടെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്. ഓക്കെ, ഗാസയിൽ ഇപ്പോൾ അതിശൈത്യം കാരണം 15 കുട്ടികളോളം പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു എന്ന ന്യൂസാണ് നമ്മളിപ്പോൾ ഇന്ന് രാവിലെയും കൂടി നമ്മൾ കണ്ടത്. അപ്പം അവർ വീണ്ടും ഒരു ദുരിതത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിൽ പോലും അടിക്കടി അവർക്ക് ഇങ്ങനെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? എന്തായിരിക്കും ഇതിനൊരു റീസൺ? അത് നമുക്കിപ്പോൾ അറിയാം, ഗാസയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന യുദ്ധം, ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ ഒരുപാട് പേരാണ് മരണപ്പെട്ടത്. ആ യുദ്ധത്തിന് ഒരവസാനമില്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബന്ദികളെ വിട്ടയക്കാനുള്ള വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ നിലവിൽ വന്നത്. അപ്പം ജനുവരി 19 തുടർന്ന വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകാറായി. അപ്പം ഇപ്പോഴും അവർ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ജനിച്ച് വീണ ഉടനെ പിഞ്ചു കുഞ്ഞുങ്ങൾ തന്നെ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ അതിശൈത്യം കൂടെ വന്നത്. അപ്പോൾ അവർക്ക് അതിജീവിക്കാനുള്ള ഒരു വഴിയും ഇല്ലാതെ ആയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരുപാട് പേര് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, ഇപ്പം ടെൻറ്റ് കെട്ടി അങ്ങനെ വളരെയധികം ദുരിതത്തിലാണ് ഗാസയിലെ ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. കാരണം ഒരു യുദ്ധം ഉണ്ടായതിന് ശേഷമുള്ളൊരു ആ പ്രദേശം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രമാത്രം അവർ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേനും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴായാലും ഗാസ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു ഗാസയല്ല, അവിടെ മൊത്തം ഇപ്പൊ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും കരയുന്ന കുട്ടികളും ഉറ്റവരും കൂടെയവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു ഗാസയാണ്. പിന്നെ അതുപോലെ തന്നെ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ അവർക്കുള്ള ധനസഹായം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിനൊരു തിരിച്ചടിയായിട്ടുണ്ട്. ലോകാരോഗ്യ ട്രംപിന്റെ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ അതായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത നടപടികൾ ഒന്നായിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുകയാണെന്നുള്ളത്. അപ്പം അതും ഒരു പരിധിവരെ ഇതിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഗാസയിലെ ജനങ്ങൾ അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ, അവരുടെ പുനരധിവാസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ ഈ ധനസഹായങ്ങളും കൂടെ നിർത്തലാക്കിയാലുള്ള ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു പരിധിവരെ അതും ഒരു റീസൺ ആണ് ഇതിനുള്ള. എനിക്ക് തോന്നുന്നു ട്രംപ് കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. തുടക്കത്തിൽ പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു ഗാസ നിവാസികളെല്ലാം അവിടുന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈജിപ്തിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ അവരെ പാർപ്പിക്കണം എന്ന രീതിയിലും പറയുന്നുണ്ടായിരുന്നു. അറബ് കൺട്രീസിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നു. പക്ഷെ അവരൊക്കെ അത് തള്ളുവാണ് ചെയ്തത്. കാരണം അവിടുത്തെ ജനങ്ങൾ, അത് അവരുടെ സ്ഥലമാണ്, അപ്പൊ അവർക്ക് അവിടെ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് അവരും ഈജിപ്ത് അങ്ങനെ ഏറ്റെടുക്കാൻ ട്രംപ് നിർദ്ദേശിച്ചവർ പറയുന്നത്. അപ്പം അത് അവരുടെ നിലപാട് അതാണ്. അപ്പം ട്രംപ് പക്ഷെ പറയുന്നത് അവരെ ഏറ്റെടുക്കണമെന്നാണ്. അപ്പം പക്ഷെ നമ്മളെങ്കിൽ പോലും ഒരു മനുഷ്യനെന്ന നിലയിൽ നിവാസികൾ പോലും അതിൻ്റെ അകത്ത് കുറച്ച് വിയോജിപ്പ് കാണിക്കുന്നുണ്ട്. കാരണം സ്വന്തം സ്ഥലം വിട്ടു പോകാനുള്ള, കാരണം അവരെത്ര ദുരിതം അനുഭവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മണ്ണെന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എസ്റ്റേറ്റ് അങ്ങനെ ആ ഒരു ഫിനാൻഷ്യലി ഒരു സെറ്റ് ആക്കാന്നുള്ളൊരു മൈൻഡിലാണ് ട്രംപ് സംസാരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് കാണുമല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രംപ് കൂടുതലായിട്ടും ബൈഡൻ നൽകിയിട്ടുള്ള ഉത്തരവുകളൊക്കെ അതിന് വിപരീതമായിട്ട് ചെയ്യുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ സാധനങ്ങൾ കൊടുക്കുമല്ലോ, എന്താണ് ആയുധങ്ങൾ കൊടുക്കുന്നത്, സൈനിക സേവനങ്ങളായാലും അതെല്ലാം ബൈഡൻ ഒഴിവാക്കിയിരുന്നു. അത് പിന്നീട് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ടണ്ണ് കണക്കിന് ബോംബുകളാണ് ഇസ്രയേലിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കാനായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാട്ടുതീക്ക് പിന്നിൽ. കാരണം അമേരിക്ക ഏറ്റവും കൂടുതൽ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും പ്രവർത്തിക്കുന്നത്. അപ്പം ഈ മറ്റുള്ളവർക്ക് സൈനിക സഹായങ്ങൾ നൽകി അവരെ ഈ അമേരിക്ക കൊടുത്ത സൈനിക സഹായങ്ങളിലാണ് ഈ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതെന്നുള്ള കാര്യം ട്രംപും ചിന്തിക്കുന്നില്ല. കാരണം അതൊരു പരിധി വരെ ആ ഒരു റീസണും ഉണ്ട്. അപ്പൊ എത്ര പേരെയാണ് ഈ വെടിയിലൂടെ ഇങ്ങനെ ആ യുദ്ധത്തിലൂടെ കൊല്ലപ്പെട്ടത്? അത് പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരൊക്കെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ അവരുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ വീണ്ടും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുകയാണ്, അതും അതികഠിനമായിട്ടുള്ള ശൈത്യം മൂലം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു അവിടെ ഇപ്പൊ ഓൾറെഡി അവിടെ ധനസഹായമായിട്ടായാലും ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. ഒന്നും അവരുടെ കയ്യിലില്ലാത്തൊരവസ്ഥയിൽ ഒരു വീടെന്ന് പറയാനായിട്ട്, സ്വന്തം സ്ഥലം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. ആ ഒരു സമയത്ത് ഇങ്ങനൊരു തിരിച്ചടി പോലെ നമുക്ക് രോഗങ്ങളും കൂടി വരുമ്പോൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്ന പറയുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. നമുക്കിപ്പോൾ അറിയാം, വയനാട്ടിൽ തന്നെ നമ്മൾ കേരളം എത്രത്തോളം
പ്രാവശ്യം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പുനർജീവിപ്പിക്കാനായിട്ടുള്ള ധനസഹായത്തിനായിട്ട്. അപ്പം നമ്മൾ ഇതൊരു പ്രളയം വന്നതാണ്, പക്ഷേ ഈ യുദ്ധങ്ങൾ വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഓർക്കുക, ബോംബിട എപ്പോൾ ബോംബിടുമെന്ന് അറിയില്ല. അത് അഭയാർത്ഥി ക്യാമ്പുകളിൽ വരെ അവർ അക്രമങ്ങൾ നടത്തുന്നുണ്ട്, വെടിവെപ്പ്, ബോംബിടൽ, അങ്ങനെയൊക്കെ ഒരു നമ്മൾ സിനിമയ്ക്കകത്ത് മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അപ്പോൾ അവരുടെ അമ്മമാരുടെയും അവരുടെ ആ പേരൻസിൻ്റെ ഒക്കെ ആ ഒരു അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നെതന്യാഹുവിന്റെ ക്രൂരത അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പകവീട്ടലിന്റെ പോലെ തന്നെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും മരണങ്ങൾ സംഭവിക്കുകയാണെന്നൊരു ഈ ഒരു രാജ്യത്തെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് എപ്പോഴും വിജയിക്കണം ആ ഒരു മൈൻഡിലൊക്കെയാണ് ഈ എല്ലാ ഭരണാധികാരികൾക്കും അവരുടെ രാജ്യം ഡെവലപ്പ് ആകണം, അവരുടെ രാജ്യം നിലനിൽക്കണം എന്നുള്ള ഇതാണ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന ഈ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തില് അവര് കൂടുതലായിട്ട് മനുഷ്യന്മാരെ ആരും തന്നെ അവര് പരിഗണിക്കുന്നില്ല. ഒരു വൈകാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള രീതിയിലും അവര് കാണുന്നില്ല. ആ ഏത് രാജ്യമാണോ മുന്നിലേക്ക് വരിക എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നെതന്യാഹു ഇത്തരത്തിലുള്ള ഓരോ നടപടികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അമേരിക്കയിൽ നിന്നും ആണവ കാര്യങ്ങളായാലും സ്വീകരിക്കുന്നത്, കൂടുതൽ ശക്തി പ്രാപിക്കാൻ നോക്കുന്നത്. അപ്പോൾ അവര് ആൾക്കാരെ കൊല്ലുക എന്നൊരു മെന്റാലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേറെ തരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ തന്നെ ഒരുപാട് പേരിപ്പോ മരണപ്പെട്ടിട്ടുണ്ട്. സൈനികരായാലും അവരുടെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, സൈനികർ ആത്മഹത്യ ചെയ്യുകയാണെന്ന്. കാരണം നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യമില്ലാതെ ഈ കുഞ്ഞുങ്ങളെ വരെ കൊല്ലുക, അവർ കൺമുണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയ്ക്കകത്താണ് ഇതൊക്കെ കാണുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ കാരണമില്ലാതെ ആൾക്കാർ മരിക്കുമ്പോൾ അതവരെ വിഷാദത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതൊന്നും പക്ഷെ ഭരണാധികാരികൾ ചിന്തിക്കാറില്ല. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഭരണാധികാരിയാണ് ഇസ്രായേലിനായിട്ട് ഉള്ളത്. എന്തായാലും നമ്മുടെ ട്രംപ് ആയാലും നെതന്യാഹു ആയാലും ഗാസ നിവാസികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനുഷ്യജീവന് വില കൽപ്പിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവർക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് അതികഠിനമായ ശൈത്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു WHO കൊടുത്തിട്ടുള്ള ആ ഒരു ധനസഹായം നിർത്തലാക്കി എന്ന് പറയുന്ന ആ ഒരു കാര്യം വീണ്ടും കൊടുക്കണം എന്ന രീതിയാണ്. അല്ലെങ്കിൽ അവർ വീണ്ടും കഷ്ടത്തിലാകുമെന്നതാണ്. ട്രംപ് തീരുമാനിച്ച നടപടികളൊന്നും അദ്ദേഹം പിന്നോട്ട് നീങ്ങിയിട്ടില്ല. കാരണം എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ യുദ്ധം കഴിഞ്ഞിടയ്ക്ക് ഈ ഉണ്ടായ കുഞ്ഞുങ്ങൾ, അതായത് മാസങ്ങൾ മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരുന്നു. അതിൽ പോലും ഈ നെതന്യാഹുവിനാണെങ്കിലും ട്രംപിനാണെങ്കിലും ആ ഒരു വിഷമം തോന്നുന്നില്ല. അവരതിൻ്റെ പേരിൽ ഒരു നടപടി പിൻവലിക്കാനോ പക്ഷെ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് പലതവണ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന തന്നെ അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലെന്നുള്ള കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ യുദ്ധത്തിലൂടെ മാത്രമേ വിജയം കണ്ടെത്താൻ കഴിയുന്നൊരു മൈൻഡ് സെറ്റ് ഇവർക്കുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യുക, അതിന് അമേരിക്കയുടെ സഹായം, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സഹായം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പക്ഷേ ഈ പ്രതികരിക്കാൻ, അതായത് ഇത്രയും ദുരിതത്തിൽ കഴിയുന്ന ആളുകളെ വീണ്ടും യുദ്ധത്തിലോട്ട് ഏർപ്പെടുത്തിയിട്ട് അതൊരിക്കലും വിജയമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവര് പരസ്പരം ബന്ദികളെ കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ ബന്ദികളുടെ അവസ്ഥയും പരിതാപകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇസ്രായേലിൽ നിന്ന് വരുന്ന ബന്ദികൾക്കായാലും തിരിച്ചു വരുമ്പോൾ അവർക്ക് വീടും സ്ഥലങ്ങളും ഒന്നുമില്ലാത്തൊരവസ്ഥ. അവരുടെ ഫോട്ടോസൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെയധികം ബ്രൂട്ടലായിട്ട് ഒരുപാട് മർദ്ദിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്നായാലും ഗാസയിലായാലും ഇതുപോലെ ഉണ്ടായിരുന്നു ബന്ദികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവരവിടെ നേരിട്ടിട്ടുള്ളത് അത്രയും രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് തന്നെ പറയാം. കാരണം അവർക്കൊന്നും ഒരു വൈകാരികമായിട്ട് അവർ ചിന്തിക്കുന്നില്ല എന്നതിനൊരു തെളിവാണിത്. ജയിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി മാത്രം. അതെ, കാരണം യുദ്ധത്തിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് കൂടുതൽ. എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. കാരണം യുദ്ധം നടത്തിയിട്ടേ കാര്യമുള്ളെന്നൊരിതാണ്. കാരണം നമ്മളിപ്പോൾ ട്രംപ് അധികാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. പക്ഷെ എങ്കിൽ പോലും അതിനുള്ള നടപടികളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഈ യുദ്ധങ്ങൾ അവസാനിച്ചാൽ മാത്രമേ ഉള്ളൂ ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടത്തുള്ളൂ. കാരണം നമ്മളൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ല. അവിടുത്തെ ജനങ്ങൾ എന്തുമാത്രം ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. എപ്പോൾ വെടിനിർത്തൽ വരും എന്ന് പറഞ്ഞാൽ ബോംബ് ഇടുന്നത് എപ്പോഴാണ്. കാരണം അങ്ങനെ പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ നമുക്കിപ്പോൾ എവിടെയും ഫ്രീ ആയിട്ട് പോകാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അതെ, അവർക്കിപ്പോൾ സ്വന്തമായിട്ട് വീടില്ല, ആൾക്കാരില്ല,
ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. വീണ്ടും വീണ്ടും അവർക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടം തോന്നുന്ന കാര്യം. എല്ലാ യുദ്ധത്തിന്റെ കെടുതി കൂടാതെ കാലാവസ്ഥപരമായിട്ടും പ്രകൃതിയിൽ നിന്നും അവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവർക്കുള്ള ലോകരാജ്യങ്ങൾ തന്നെ ധനസഹായം നൽകിയും മറ്റും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം പ്രൊട്ടക്ഷൻ അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. അതിന് നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ ധനസഹായമായാലും നിർത്തിവെച്ച്, അതായത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ധനസഹായം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ അവരെ ഒറ്റയ്ക്കാക്കാതിരിക്കുക. കാരണം അവർക്കിനി വേറെ ചോയ്സ് ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു തരത്തിലുള്ള അറിവ്. വയനാട്ടിലുണ്ടായപ്പോൾ നമ്മളെ കേരളം മുഴുവൻ ഒന്നിച്ചു നിന്നായിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ ഉണ്ടാകണം. കാരണം ഇപ്പം മനുഷ്യ ജീവനുകളാണ്. കാരണം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കാനുള്ള അവകാശമില്ല. അപ്പൊ ആ ഒരു ബോധത്തോടെ ഇനിയും ഇത്രയും പേര് മരണപ്പെട്ടു, കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടു, ഇനിയും അത് ഉണ്ടാകാതിരിക്കാനായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് ലോക സമാധാനത്തിലോട്ട് പോകാനായിട്ട് എല്ലാ ലോക നേതാക്കൾക്കും കഴിയും. പക്ഷേ എങ്കിൽ പോലും അവരതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. യുദ്ധത്തിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നൊരു മൈൻഡ് സെറ്റിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്.